നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് RR ഓൺലൈൻ സൈറ്റിൽ നിന്നും പെൻഡിങ് ലിസ്റ്റ് എടുക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോയാണ്. പതിവ് പോലെ RR ഓൺലൈൻ സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമുക്ക് തന്നിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് സൈറ്റിൽ പ്രവേശിക്കുക. OTP ചോദിക്കും. ഫോൺ നമ്പറിൽ OTP വരും. ആ OTP കൊടുത്ത് സൈറ്റിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. പ്രവേശിക്കുമ്പോൾ പതിവ് പോലെ അതിൽ യൂസറിൻ്റെ പേര് കാണിക്കും ആദ്യം. അതിനുശേഷം ആ ജില്ലയിലുള്ള മൊത്തം RR ഡിമാൻഡ് നോട്ടീസുകൾ വിതരണം ചെയ്തതും കളക്ഷൻ വന്നതും റെമിറ്റൻസ് വന്നതിൻ്റെയും എണ്ണം കാണിക്കും. RR ഓൺലൈൻ സൈറ്റ് വന്നതിന് ശേഷം ഇതുവരെയുള്ളത്. അതിനുശേഷം അതിൽ സൈഡ് മെനുവിൽ ഈ മാസത്തെ പെൻഡിങ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടീസ് വന്നതിൻ്റെ എണ്ണമൊക്കെ കാണാൻ കഴിയും. ആ സൈറ്റിൽ സൈഡ് മെനുവിൽ ലെഫ്റ്റ് സൈഡിൽ റിപ്പോർട്ട് എന്ന് പറയുന്നൊരു സബ് മെനു ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ RR പെൻഡിങ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും. RR പെൻഡിങ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വിൻഡോ ഓപ്പണായി വരും. ആ വിൻഡോയിൽ പെൻഡിങ് ലിസ്റ്റ് എന്ന് മുതൽ എടുക്കണം ഡേറ്റ് ഒരു കലണ്ടർ വരും. അതിൽ നമ്മളൊരു പഴയ ഡേറ്റ് കൊടുക്കുക. ഇന്നത്തെ ഡേറ്റ് എന്നാണോ ലിസ്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന അന്നത്തെ ഡേറ്റ് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നുണ്ട്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ബാങ്കിങ് കമ്പനീസ് ഉണ്ട്, കമ്പനി കോർപ്പറേഷൻ, LSTD അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പേരുകൾ വരാറുണ്ട്. ബാങ്കിങ് കമ്പനീസാണ് എടുക്കുന്നതെങ്കിൽ ബാങ്കുകളുടെ പേര് വരും. പിന്നെ വീണ്ടും നമുക്ക് കുറേ കൂടി ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് ബാങ്കാണെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പെൻഡിങ് ലിസ്റ്റ് എല്ലാം നമുക്ക് ഒരുപോലെ ആയതുകൊണ്ട് ആ ഡേറ്റ് കലണ്ടറിൽ ഡേറ്റ് അടിച്ച് കൊടുക്കുക. അതിനുശേഷം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം മതിയെന്നുണ്ടെങ്കിൽ അത്, ബാങ്കിൻ്റെ ആണെങ്കിൽ അങ്ങനെ, ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് ആ രണ്ട് മെനു മാത്രം, ആ രണ്ട് കാര്യങ്ങൾ മാത്രം, ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം തിരഞ്ഞെടുത്തിട്ട് ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെൻഡിങ് ലിസ്റ്റ് വരും. ആ പെൻഡിങ് ലിസ്റ്റിൽ നമുക്ക് 10 നമ്പറേ അതിൽ കാണാൻ കഴിയുള്ളൂ ഒരു അറ്റ് എ ടൈമിൽ. അപ്പോൾ നമുക്കതിൽ വേണമെങ്കിൽ നമ്പർ കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ 50, 25, 100 ഒക്കെ കാണാനുള്ളൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു PDF-ൻ്റെ ഒരു പടമുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻഡിങ് ലിസ്റ്റ് പ്രിൻ്റ് എടുക്കാൻ കണക്കിന് ഒരു പെൻഡിങ് ലിസ്റ്റ് നമുക്ക് എടുക്കാൻ കഴിയും.